أعوذ بالله من الشيطان الرجيم ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. 272 വചനത്തിലാണ് നാം ഉള്ളത്. ലൈസ അലൈക ഹുദാഹും, ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കില്ല. ലൈസ അലൈക ഹുദാഹും, ഹുദാ പറഞ്ഞ സന്മാർഗമാണല്ലോ. ലൈസ അലൈക ഹുദാഹും, അവരെ അല്ലെങ്കിൽ ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കില്ല. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ, പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. വലാകിന്ന അല്ലാഹ, എന്നാൽ അള്ളാഹു യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നതെല്ലാം ഫലിഅൻഫുസിക്കും, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി, വജ്ഹ്, മുഖം തേടിക്കൊണ്ടാണല്ലോ നിങ്ങൾ ചിലവഴിക്കുന്നത്. വമാ തുൻഫിഖൂന, നിങ്ങൾ ചിലവഴിക്കുന്നേ ഇല്ല, ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് തേടിക്കൊണ്ടല്ലാതെ. വജ്ഹ് പ്രീതി അല്ലെങ്കിൽ മുഖം. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, നിങ്ങൾ ചിലവഴിക്കുന്ന ഏത് നന്മയുടെയും പ്രതിഫലം നിങ്ങൾക്ക് പരിപൂർണമായി ലഭിക്കുന്നതാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, നിങ്ങൾ ചിലവഴിക്കുന്ന ഏത് നന്മയുടെയും പ്രതിഫലം യുവഫ ഇലൈക്കും, നിങ്ങൾക്ക് പരിപൂർണമായി നൽകുന്നതാണ്. വ അൻതും ലാ തുളലമൂൻ, നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. വ അൻതും ലാ തുളലമൂൻ, നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ലൈസ അലൈക ഹുദാഹും, 272 ഈ വചനവും കഴിഞ്ഞ വചനത്തിൽ പരാമർശിക്കപ്പെട്ട ഇൻഫാഖുമായി, ദാനധർമ്മങ്ങൾ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കുള്ള അനുബന്ധമാണ്. ലൈസ അലൈക ഹുദാഹും, ലൈസ അലൈക ഹുദാഹും, ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കില്ല. ഇവിടെ അലൈക എന്ന ദമീർ, താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ നബിക്ക് ശേഷം നബി നിർവഹിച്ചിരുന്ന ഉത്തരവാദിത്തം ആരൊക്കെ നിർവഹിക്കുന്നുണ്ടോ, ദഅവത്ത് അഥവാ പ്രബോധനം ആരൊക്കെ നിർവഹിക്കുന്നുണ്ടോ, ഇസ്ലാമിലേക്കുള്ള ക്ഷണം ആരൊക്കെ നടത്തുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ബാധകവുമാണ്. ഹുദാഹും, ഹും എന്ന് പറഞ്ഞല്ലോ, അതാണ് നമ്മൾ അവരെ അല്ലെങ്കിൽ ജനങ്ങളെ എന്ന് പറഞ്ഞത്. അവർ എന്ന ഈ ദമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. മനസ്സിലായോ? ലൈസ അലൈക ഹുദാഹും,
ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കില്ല. ഹിദായത്തിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കുറേ വിശദീകരിച്ചിട്ടുണ്ട്. 2 ഹിദായത്തുകളുണ്ട്. ഹിദായത്തു തൗഫീഖുണ്ട്, അതേപോലെ തന്നെ ഹിദായത്തുൽ ബയാൻ. ഹിദായത്തുൽ ബയാൻ അല്ലെങ്കിൽ ഹിദായത്തുൽ ബയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിശദീകരിച്ച് കിട്ടേണ്ടത് ഹിദായത്ത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഹിദായത്തു ദലാല എന്നൊക്കെ പറയും അതിന്. ഇവിടെ ഹിദായത്തു തൗഫീഖാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിദായത്തു തൗഫീഖ് അഥവാ എങ്ങനെയൊക്കെ പ്രബോധകന്മാർ തലകുത്തി മറഞ്ഞാലും പ്രവാചകന്മാരെത്ര പരിശ്രമിച്ചാലും ശരി, ഹിദായത്തു തൗഫീഖ് ഉണ്ടാകണം. ഹിദായത്ത് കിട്ടണമെന്നാഗ്രഹം ഈ വ്യക്തികൾക്കുണ്ടാകണം, അതിനുവേണ്ടിയുള്ള പരിശ്രമവും ഉണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പോഴേ ഹിദായത്തു തൗഫീഖ് ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൽ നിന്നാണ് ഹിദായത്തു തൗഫീഖ് ഉണ്ടാകേണ്ടത്. അതാണ് അടുത്ത വാചകം പറയുന്നത്, വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ എന്ന് പറഞ്ഞത് അതാണ്. എന്നാൽ ഹിദായത്തുൽ ബയാൻ അത് പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയും ബാധ്യതയാണ്. ബയാൻ ചെയ്യണം. ആ ബയാനിലൂടെയാണ്, വിശദീകരിക്കുന്നതിലൂടെയാണ്, ക്ഷണിക്കുന്നതിലൂടെയാണ്, പ്രബോധനത്തിലൂടെയാണ് എന്ത് കിട്ടുക? ഹിദായത്ത് കിട്ടുക. മനസ്സിലായില്ലേ? പ്രബോധനം ചെയ്യുക, ഉപദേശിക്കുക, സന്മാർഗം ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ വേണം. ഇതൊക്കെ പ്രവാചകന്മാരുടെയും പ്രബോധകന്മാരുടെയും ചുമതലയാണ്. അതിനാണ് ഹിദായത്തുൽ ബയാൻ എന്ന് പറയുക. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. സൂറത്ത് മാഇദയിൽ കാണാം 67-ാമത്തെ വചനം, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. റസൂലെ, അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ അങ്ങ് എത്തിച്ചു കൊടുക്കണം. സൂറത്ത് ഷൂറായിൽ കാണാം 48-ാമത്തെ വചനം, ഇൻ അലൈക ഇല്ലൽ ബലാഗ്. നിനക്ക് ബലാഗേ ഉള്ളു ബാധ്യത എന്ന്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അത് നബിയോടുള്ള കൽപ്പനയായിരുന്നു. നബിയെ, താങ്കൾ ഓർമ്മിപ്പിച്ചാൽ മതി. താങ്കൾ ഓർമ്മിപ്പിക്കുന്നവൻ മാത്രമാണ്. അവരെ അധികാരം ഉപയോഗിച്ച് ഹിദായത്തിലാക്കേണ്ട ബാധ്യത താങ്കൾക്കില്ല. സൂറത്ത് ഗാശിയയിലാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഫഇന്നമാ അലൈക്കൽ ബലാഗ് വഅലൈനൽ ഹിസാബ്. സൂറത്ത് റഅദിൽ കാണാം 40-ാമത്തെ വചനം. അങ്ങയുടെ ബാധ്യത നബിയെ എത്തിക്കൽ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആയത്തുകളൊക്കെ അല്ലെങ്കിൽ ഈ വചനങ്ങളൊക്കെ കാണിക്കുന്നത് ഹിദായത്തു ദലാലത്തിനെയാണ്. ഹിദായത്ത് അദ്ദലാല അത് റസൂലിൻ്റെയും പ്രവാചകന്മാരുടെയും ബാധ്യതയാണ്. അവർക്ക് കാണിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. എന്നാൽ ഹിദായത്തു തൗഫീഖ് അത് വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും. അതിൽ റസൂലിനോ പ്രബോധകന്മാർക്കോ ഒരു പങ്കുമില്ല. അവരുടെ കഴിവിൽപ്പെട്ടതല്ല അവരെ ഹിദായത്തിലാക്കുക എന്നത്. മനസ്സിലായില്ലേ? നമുക്കറിയാലോ ചരിത്രം. നബിയുടെ കഴിവിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബിന് ഹിദായത്ത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ സാധിച്ചില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കണിശമായി പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നബിയെ, അങ്ങുദ്ദേശിച്ചവരെ അങ്ങേക്ക് നേർമാർഗത്തിൽ ചേർക്കാൻ സാധ്യമല്ല. അള്ളാഹു യഹ്ദി മൻ യശാ. അവൻ ഇച്ഛിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നേർമാർഗം നൽകും. അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? അപ്പം ആരെയാണ് നേർമാർഗത്തിലാക്കേണ്ടത്, ആരാണതിനർഹൻ എന്നൊക്കെ അള്ളാഹുവിനാണ് അറിയുക. ഇത് ഖുർആനിൽ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞതാണ്. നമ്മൾ തന്നെ സൂറത്തുൽ ബഖറ വിശദീകരിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. യഹ്ദി മൻ യശാ, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ
അള്ളാഹു അവന് തോന്നിയത് ചെയ്യുക എന്നതല്ല, മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവനെന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. ആ നിയമങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകാനുള്ള വിവേചനാധികാരം അള്ളാഹു ആർക്ക് നൽകിയിട്ടുണ്ട്? മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് അള്ളാഹു ഉദ്ദേശിച്ചവർ എന്നതുകൊണ്ടുള്ള വിവക്ഷ. അതെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ സൂറത്തുൽ ബഖറയിലെ ഇതിലെ തന്നെ 256 വചനം വിശദീകരിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലിനൊരിക്കലും എന്തില്ല, ബാധ്യതയില്ല, അവരെ ഹിദായത്തിലാക്കേണ്ട ബാധ്യതയില്ല എന്ന്. ഇത് ഇവിടെ പരാമർശിക്കുന്നത് സത്യത്തിൽ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പരാമർശം. നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കത് മനസ്സിലാക്കാം, എങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു പരാമർശം ഇതിൻ്റെ ഇടക്ക് കടന്നു വന്നത് എന്ന്. ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടക്ക് ഹിദായത്തുമായി ബന്ധപ്പെട്ട പരാമർശം എങ്ങനെ കടന്നു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിദായത്തും ദാനധർമ്മവുമായുള്ള ബന്ധമെന്താണ് നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.